കൊച്ചിയിലെ CPI നേതാവ് പി രാജുവിൻ്റെ മരണത്തിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങൾ അന്വേഷിക്കാൻ കമ്മീഷൻ രൂപീകരിക്കാൻ CPI തീരുമാനം. CPI സംസ്ഥാന കൗൺസിൽ അംഗം PK രാഗേഷിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ജില്ലാ എക്സിക്യൂട്ടീവിൻ്റേതാണ് ഈ തീരുമാനം. പി രാജുവിനെതിരെ ഉയർന്ന സാമ്പത്തിക ക്രമക്കേടും ഡ്രൈവർക്കെതിരെ ഉയർന്ന കൊട്ടേഷൻ വിവാദവും ഉൾപ്പെടെ കമ്മീഷൻ അന്വേഷിക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, CPI നേതാവായിരുന്ന രാജുവിൻ്റെ മരണത്തെ തുടർന്നാണല്ലോ ഇത് വിവാദമാകുന്നത്. പി രാജുവിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ CPI നേതാക്കൾ പങ്കെടുക്കേണ്ടത് ഇല്ല എന്നുള്ള തീരുമാനം കുടുംബം അറിയിച്ചതിനെ തുടർന്നാണ് ഈ വിഷയം സമൂഹം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ വിഷയം, അതായത് പാർട്ടിയിൽ നിന്നും ഏറെ പീഡനം അല്ലെങ്കിൽ വലിയ ആരോപണം നേരിട്ടിരുന്നു, അതേ തുടർന്നുള്ള മാനസിക സംഘർഷത്തെ തുടർന്നാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ളതായിരുന്നല്ലോ കുടുംബത്തിൻ്റെ ആക്ഷേപം. എന്തായാലും ഈ പ്രശ്നം ഇപ്പോൾ അന്വേഷിക്കാൻ CPI പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ. വിനോദ് പറഞ്ഞതുപോലെ തന്നെ വലിയ വിവാദങ്ങൾ അദ്ദേഹം പി രാജു വിനോദ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മരണശേഷവും എല്ലാം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്കാണ് പാർട്ടിക്കുള്ളിൽ വിവിധ പക്ഷങ്ങൾ തിരികൊളുത്തിയത്. നേരത്തെ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളായിരുന്നു പി രാജുവിനെതിരെ ഉയർത്തിയിരുന്നത് മറുവിഭാഗം. അവിടെ K ഇസ്മയിൽ പക്ഷം, കാനൻ രാജേന്ദ്രൻ പക്ഷം, അങ്ങനെ രണ്ട് വിഭാഗമായി CPIയിൽ വലിയ വിഭാഗീയത കുടുംബി കൊള്ളുന്ന ഘട്ടത്തിൽ ഇത് ഒരു പ്രധാനപ്പെട്ട ആയുധമാക്കിക്കൊണ്ട് പി രാജുവിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുകയായിരുന്നു എന്നാണ് മറുഭാഗം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. 75 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട്, സാമ്പത്തിക ക്രമക്കേട് നടത്തി, തിരിമറി നടത്തി, ആ പണം കൊണ്ട് കാറ് വാങ്ങി എന്നതടക്കമുള്ള ആരോപണങ്ങൾ പി രാജുവിനെതിരെ ഉയർത്തിയിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ കമ്മീഷൻ, പാർട്ടി തലത്തിൽ തന്നെയുള്ള അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തുകയും ഈ വലിയ തുക, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് പൂർണ്ണമായും ശരിയല്ല എന്ന നിലയിലേക്ക് അവരുടെ കണ്ടെത്തലുകൾ വരികയും എല്ലാം ചെയ്തു. തുടർന്നാണ് അദ്ദേഹത്തിന്റെ മരണശേഷം കുടുംബം ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ പി രാജുവിനെതിരെ നിലകൊണ്ട, പി രാജുവിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ച ആളുകളാരും തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ പോലും വരരുത്, പാർട്ടി ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന ഒരു നിർബന്ധം കുടുംബം പിടിക്കുന്നതിനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. മാത്രമല്ല ദിനകരൻ അടക്കം, നിലവിലെ ജില്ലാ സെക്രട്ടറി ദിനകരൻ അടക്കം പി രാജുവിനെതിരെ നീങ്ങിയ ആളുകളാണ് എന്ന കാര്യം കുടുംബം ചൂണ്ടിക്കാണിച്ചിരുന്നു. ദിനകരന്റെ മകൻ തുടർന്ന് അതിനുശേഷം, ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ദിനകരന്റെ മകൻ ഡിവിൻ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി പി രാജുവിന്റെ ഡ്രൈവർ ശ്രമിച്ചു എന്നൊരു പരാതി നൽകുന്നു. പിന്നീട് അതിന്റെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും എല്ലാം ചെയ്തു. അങ്ങനെ വലിയ വിവാദങ്ങളും സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളും എല്ലാം തന്നെ നിലനിർന്നിരുന്നു. അവിടെ കുടുംബത്തിന്റെ പരാതിയുടെ കൂടി പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ മരണത്തിന് ശേഷവും അദ്ദേഹത്തിനെ മുൾമുനയിൽ നിർത്തുന്നു, അദ്ദേഹത്തിനെ സംശയമുനയിൽ നിർത്തുന്നു എന്ന കാര്യം കുടുംബം ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദമായ ഒരു അന്വേഷണം വേണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് CPI സംസ്ഥാന കൗൺസിൽ അംഗമായ PK രാഗേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് വേണ്ടി പാർട്ടി തന്നെ ഒരു കമ്മീഷനെ രൂപീകരിച്ചിരിക്കുന്നത്. ആ കമ്മീഷന്റെ പ്രധാനപ്പെട്ട അന്വേഷണ പരിധിയിൽ വരിക എന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, നേരത്തെ ഉയർന്നിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ, ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ഈ ഒരു പി രാജുവിന്റെ മരണത്തിന് ശേഷം K ഇസ്മയിലിന്റെ ചില പരാമർശങ്ങൾ അടക്കം പാർട്ടിയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പി രാജുവിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇസ്മയിൽ രംഗത്ത് വന്നത് എങ്കിൽ മറുവിഭാഗം അതിനെ ശക്തമായി തന്നെ എതിർത്ത് മുന്നോട്ട് പോവുകയും ചെയ്തു. എല്ലാ ഘട്ടത്തിലും നിലവിലെ സെക്രട്ടറി ദിനകരനും ഒപ്പം തന്നെ മുൻ സെക്രട്ടറി പി രാജുവും എല്ലാം തന്നെ രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി CPIയിൽ നടന്നിരുന്നത്. തുടർന്നാണ് പി രാജുവിനെ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ തരം താഴ്ത്തി പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിലേക്ക് താഴ്ത്തുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനം അടക്കം വഹിച്ചിരുന്ന വ്യക്തിയെ പിന്നീട് ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തി. ഒപ്പം തന്നെ മറ്റൊരു ഡിക്സൺ എന്ന സെക്രട്ടറി, ഇതുമായി ബന്ധപ്പെട്ട് ട്രഷറർ സ്ഥാനം വഹിച്ചിരുന്ന ആൾക്കെതിരെയും നടപടി ഉണ്ടാവുകയും എല്ലാം ചെയ്തു. ഇതെല്ലാം പാർട്ടിയിലെ വിഭാഗീയതയുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ആരോപണങ്ങൾ മാത്രമാണ് എന്നതായിരുന്നു നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണ വിധേയർ പ്രതികരിച്ചിരുന്നത്. മാത്രമല്ല യാതൊരു തെളിവുമില്ലാത്ത കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന കാര്യം നേരത്തെ തന്നെ പി രാജു പറയുകയും ചെയ്തു. പി രാജു മരണത്തോട് അടുത്ത ദിവസങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി വളരെ മോശമായ സാഹചര്യത്തിൽ പോലും പ്രധാനമായും അന്വേഷിച്ചിരുന്നത് തനിക്കെതിരായ പാർട്ടി നടപടിയുടെ കാര്യം എന്തായി, അത് പിൻവലിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തിയിരുന്നത് എന്നത് കുടുംബം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും പിരിമുറുക്കത്തിലും എല്ലാം തന്നെ കഴിയുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണമുണ്ടായതും. അത് തന്നെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള വിവാദങ്ങൾക്കും പിന്നീട് ഇപ്പോൾ അന്വേഷണത്തിലേക്കും എല്ലാം നീങ്ങിയിരിക്കുന്നത്.